ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വർണ്ണോജ്വലമായ ഏടുകൾ നിലനിൽക്കുന്ന 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ ഞാൻ എന്നും പ്രൗഢിയോടുകൂടിയാണ് ഇന്ത്യ രാജ്യത്തെ കാണുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിരോജ്വലമായ സമര നേതാക്കൾ വഹിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവത്യാഗം ചെയ്ത, അവർ കൊണ്ടു നടന്ന് ജയിലിലും മറ്റും അനുഭവിച്ച പീഡനങ്ങൾക്ക് കഴിഞ്ഞ 80 വർഷക്കാലമായി ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ റിപ്പബ്ലിക്കിനും ഇന്ത്യയിലെ മതേതരത്വത്തിനും കാവലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മഹാജനങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കാണുന്നു. ഈ സ്വാതന്ത്ര്യം ആരൊക്കെ എന്തൊക്കെ ശക്തികൾ ശ്രമിച്ചാലും അത് നശിപ്പിക്കാൻ സാധിക്കില്ല. ഈ സ്വാതന്ത്ര്യം കാലങ്ങളായി തുടരുമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാം. ഇത്രയും നമ്മളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ സ്വാതന്ത്ര്യദിനം വലിയൊരു അനുഗ്രഹമാണ്. മാത്രമല്ല ഇത്രയും വലിയൊരു സ്വാതന്ത്ര്യം ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഒരു മനുഷ്യനും കിട്ടാത്ത സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് ജീവിതകാലം സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുള്ളത്. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത സംഭാവന എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു സ്വാതന്ത്ര്യം കിട്ടിയത്. അതിന് പ്രത്യേകം കോൺഗ്രസിനോട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പ്രത്യേകം നന്ദി പറയാം. 10ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ KPCCയിലാണ്. സാധാരണക്കാരി എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം നേടിയത് മുതൽ ഇത് 80 വർഷം ആയതുകൊണ്ട് അതിന് ശ്രമിച്ച ഒരുപാട് വലിയ ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സ്വാതന്ത്ര്യത്തിൻ്റെ വക്കിലേക്ക് പോകണം എന്നുള്ളതുണ്ട്. ഒരുപാട് സന്തോഷം. സ്വാതന്ത്ര്യ ദിനാശംസകൾ. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ജനകോടികളുടെ നന്മയ്ക്കും വേണ്ടി രാജ്യത്ത് പോരാടുകയും ആ പോരാട്ടത്തിലൂടെ രാജ്യം ലോകപ്രസിദ്ധമായി മാറുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയം ഓർക്കുമ്പോൾ മഹാത്മജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാ പ്രിയദർശിനെയും ഓർക്കാതെ കാലഘട്ടം കഴിഞ്ഞു പോകില്ല. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ പല കാര്യങ്ങളിലും ഭാരത ജനതയെ നയിക്കേണ്ടവർ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ആ സ്വാതന്ത്ര്യം നമുക്ക് വീണ്ടെടുക്കണം. മഹാത്മജി നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് എത്രയോ ജനലക്ഷങ്ങളാണ് സാധാരണക്കാരുൾപ്പെടെ ത്യാഗം സഹിച്ച് നേടിയ ഈ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാം മറഞ്ഞ് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും എണ്ണത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് മാറ്റി നിർത്താതെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരുപാട് കനൽ വഴികളിലൂടെ നടന്ന ഒരു വലിയ ധീരമായ പോരാട്ടങ്ങൾ നടത്തി ഇത്രയും വിജയകരമായിട്ട് കൊണ്ടുവന്ന ഒരു സ്വാതന്ത്ര്യത്തെ ഈ ഒരു ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ്, ഭാരതത്തിൻ്റെ സർക്കാർ തന്നെ ഒരു അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് സമസ്ത മേഖലകളിലും അരാജകത്വമാണ്. ആ ഒരു അരാജകത്വത്തിൽ നിന്നൊക്കെയും നമുക്ക് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അതിനായിരിക്കും നമ്മുടെ ഈ ഭരണം, നമ്മുടെ കേരളത്തിൻ്റെ ഭരണം തന്നെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായി തന്നെ നിലപാടുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പോകുന്നത്.